തെന്മല പരപ്പാർ ഡാം തുറന്നു. 3 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ഡാമിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ആവശ്യമെങ്കിൽ 60 സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ ഉയർത്തും. കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കൊല്ലം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഷട്ടർ ഉയർത്തുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ്. കണ്ണൻ നായരുടെ വിവരങ്ങൾ നൽകാനായിട്ട്. കണ്ണൻ, ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ജലനിരപ്പിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ ഉച്ചവരെ വൃഷ്ടിപ്രദേശത്ത് മഴയുണ്ടായിരുന്നു. അതിനുശേഷം അല്പം മഴ തോർന്നു. പിന്നീട് രാത്രിയിൽ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. ഡാമിന്റെ ഷട്ടറുകൾ 3 ഷട്ടറുകളാണുള്ളത്. അത് 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. അതിനുശേഷം വെള്ളത്തിന്റെ നിരപ്പ് നോക്കും. അതിനുശേഷം ആ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പരിധി അല്ലെങ്കിൽ അതിൽ കൂടുതൽ 10 സെന്റിമീറ്റർ കൂടി ഉയർത്തും. പരമാവധി 60 സെന്റിമീറ്റർ വരെ ഷട്ടർ ഉയർത്താനുള്ള തീരുമാനമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ മഴ നല്ല രീതിയിൽ ശമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ ചില പ്രദേശങ്ങൾ, കരിക്കോട്, അതുപോലെ തന്നെ തെന്മല, ആര്യങ്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ, അച്ചൻകോര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. റോസ്മലയിൽ വലിയ രീതിയിൽ മഴ പെയ്ത് വെള്ളം ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നുണ്ട്.